വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചതേ ഇല്ല ഈ ദിവസം എനിക്ക് ഇത്ര ഫേവറേറ്റ് ആയിരിക്കും. എന്താണെന്ന് ഞാൻ പറയാം. ഇന്നൊരു മലയ്ക്ക് പോക്കിന് പോവാ. ചേട്ടന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും കെട്ടുമുറിക്കാണ് കേട്ടോ പോന്നെ. ചേച്ചിയുടെ കുഞ്ഞും ഉണ്ടായിരുന്നു, അവൻ കന്നിമലയാണ്. അപ്പോൾ അവരെല്ലാരും കൂടെ അമ്പലത്തിൽ വെച്ചിട്ട് കെട്ടുമുറുക്കി ഒന്നിച്ചു പോകാനായിരുന്നു. അങ്ങനെ എല്ലാവരും ഇരുമുടിക്കെട്ടൊക്കെ നിറച്ച് തേങ്ങ ഉടച്ച് ഇറങ്ങി. ഇതിപ്പോൾ എനിക്ക് എന്താ ഫേവറേറ്റ് ഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പോയി. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇനി ഈ ഭാഗ്യം ഈ ജന്മം കിട്ടുമെന്ന് അറിയാതിരുന്ന ഞാൻ അങ്ങനെ ശബരിമലയിൽ പോയി. ആരും തെറ്റിദ്ധരിക്കണ്ട, ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാണെങ്കിലും സന്നിധാനത്ത് കയറി ഞാൻ അയ്യപ്പനെ ഒന്നും കാണൂല. അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി. ഞങ്ങൾക്ക് അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ കൂടെ ഞങ്ങൾ പമ്പ വരെ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ വെളുപ്പിനെ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പും അതിന്റെ അപ്പുറം എക്സൈറ്റ്മെന്റും ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു. നട തുറക്കുന്ന ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വാവയ്ക്ക് ചോറ് കൊടുക്കാൻ അവർ സന്നിധാനത്തോട്ട് പോയി. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റൂമിലോട്ട് വന്നു. ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് എണീറ്റപ്പോഴേക്ക് കുഞ്ഞാവയ്ക്ക് ചോറ് കൊടുത്ത വീഡിയോ ഒക്കെ വന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് പൊറോട്ട കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ റൂം പിടിച്ചു. അപ്പോഴാ അവര് വിളിച്ചിട്ട് പറയുന്നേ ഗണപതി അമ്പലത്തിലോട്ട് ചെല്ലാൻ. അവിടെയും കുഞ്ഞിന് ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരവിടെ എത്താറായപ്പോൾ ഞങ്ങളെയും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ റെഡിയായി നേരെ ഗണപതി അമ്പലത്തിലോട്ട് പോയി. ഇതാണ് കേട്ടോ ഗണപതി അമ്പലം. അങ്ങനെ അവര് വന്നിട്ട് ഗണപതി അമ്പലത്തിലും വാവയ്ക്ക് ചോറ് കൊടുത്തു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രണ്ടിടത്തും ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞങ്ങൾ റൂമിൽ നിന്ന് ഞങ്ങളുടെ സാധനമൊക്കെ എടുത്തിട്ട് വണ്ടി കയറി. എനിക്ക് ശബരിമലയിലോട്ട് പോകുമ്പോൾ ഒരു വ്യൂ അതൊരു രക്ഷയില്ല. 20 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും എന്റെ ഓർമ്മയിൽ അതില്ല. അങ്ങനെ ലാഹ എത്തിയപ്പോൾ ഞങ്ങൾ ഈ കടയിൽ ഫുഡ് കഴിക്കാൻ കയറി. സാധാ ഊണായിരുന്നെങ്കിലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അപ്പൂപ്പന്റെ കടയാണെന്നാ തോന്നുന്നത്. പുള്ളിയായിരുന്നു സെർവ് ചെയ്ത്. നല്ല വൃത്തിയും ടേസ്റ്റും ഉള്ള ഫുഡ് വീട്ടിലെ പോലെ ഇരുന്ന് കഴിക്കാം. ഈ കടയോട് ചേർന്നിട്ട് ഒരു ഉണ്ണിയപ്പ കട കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പം. അതും വാങ്ങി വയറും മനസ്സും നിറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ പോന്നു. അങ്ങനെ ശബരിമല യാത്ര ഏകദേശം തീരാറായി. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല സൺസെറ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ.